മുട്ട ഒട്ടും കഴിക്കാൻ പറ്റാത്തവർക്ക് സൂപ്പർ ടേസ്റ്റിലും വളരെ സോഫ്റ്റിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെട്ട് കേക്കിന്റെ റെസിപ്പിയാണിത്. മുട്ട കഴിക്കുന്നവർക്കും കഴിക്കാത്തവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി ഡിയർ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമന്റും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? തങ്കംസ് ഫാമിലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് നമുക്ക് ആദ്യം അരക്കപ്പ് പഞ്ചസാര 3 ഏലക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് വരാം. 1 കപ്പ് മൈദയ്ക്ക് അരക്കപ്പ് പഞ്ചസാര നല്ല മധുരമാണ്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. പൊടിച്ചെടുത്ത പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് 1/4 കപ്പ് പാൽ കൂടി ചേർക്കാം. ഇത് കാച്ചിയതോ കാച്ചാത്തതോ ആയ നല്ല കട്ടിയുള്ള പാൽ വേണം. ഇനി 2 ടേബിൾ സ്പൂൺ ഓയിലോ നെയ്യോ ചേർക്കാം. ഞാനിപ്പോൾ ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം ഉപ്പ്, 1 നുള്ളുപ്പ് മതി. ഇനി 2 നുള്ള് സോഡാപ്പൊടിയാണ് ചേർക്കുന്നത്, അപ്പക്കാരം. അതുകൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി ആ പഞ്ചസാര എല്ലാം നല്ലപോലെ അലിഞ്ഞു വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് മൈദ ചേർക്കാം. 250 മില്ലിയുടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. ഇത് 1 കപ്പ് നിറച്ചളന്നിട്ടുണ്ട്, കൈകൊണ്ട് പ്രസ് ചെയ്യാതെ നിറച്ചളന്നിട്ടുണ്ട്. ഇത് കുറേശ്ശെയായി ചേർത്തിട്ട് വേണം യോജിപ്പിച്ചെടുക്കുവാൻ. 2 3 പാർട്സായിട്ട് കുറേശ്ശെ ഇട്ടിട്ട് വേണം ഇത് ഇളക്കി യോജിപ്പിക്കാൻ. അങ്ങനെ ഈ മൈദ എല്ലാം നമുക്ക് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇത് എല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരല്പം ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. കുഴപ്പമില്ല. മാവ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി കനമുള്ള 1 സ്പൂണ് ഇളക്കാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. എല്ലാം നല്ലപോലെ യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ അരിപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ ഈ വെട്ടുകേക്ക് നല്ല ക്രിസ്പി ആകും. അപ്പോൾ നിങ്ങൾക്ക് ഈ അരിപ്പൊടിക്ക് പകരം 1 സ്പൂണ് റവ വേണമെങ്കിലും ചേർക്കാം. അതുകൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇത് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. മിനിമം 1 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മാക്സിമം 3-4 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല. കൂടുതൽ സമയം വെക്കും തോറും നമ്മുടെ കേക്ക് കൂടുതൽ സോഫ്റ്റും ടേസ്റ്റും ഉള്ളതായിട്ട് മാറും. അപ്പോൾ ഇത് കണ്ടോ, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോൾ അതിലൂടെ ചേർന്നിരിക്കുന്നൊരു പാത്രം വയ്ക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ നനഞ്ഞ തുണി കൊണ്ടൊന്ന് മൂടി വെച്ചാലും മതി. ഞാനിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മാവിപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഇതിനകം ഫുള്ള് കണ്ടോ എയർ ബബിൾസ് വന്നിട്ടുണ്ട്. ഇനി ഈ മാവ് നമ്മൾ ഉരുട്ടി വേഗം കേക്ക് ഉണ്ടാക്കാം. വെട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ മാവ് കുഴച്ച് വെച്ചത് നമ്മളൊന്ന് ചപ്പാത്തി പലകയിൽ വെച്ചൊന്ന് പരത്തി അതൊന്ന് കഷ്ണങ്ങളാക്കി ഷേപ്പ് ചെയ്തെടുക്കാറാണ് പതിവ്. ഈ മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഓരോ സ്പൂണിൽ കുറേശ്ശെ കോരിയെടുത്ത് കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷമാണ് എണ്ണയിലേക്ക് ഇടുന്നത്. അത് അധികം വലിപ്പത്തിൽ ഉരുട്ടരുത്. വലിപ്പം കൂടി പോയാൽ അകം വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല ബലം പ്രയോഗിക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇത് ഉരുട്ടിയെടുക്കാൻ. അതുപോലെ കയ്യിൽ ഇത് ഉരുട്ടിയെടുക്കാൻ നേരത്ത് കയ്യിൽ തേക്കുന്നത് പച്ചവെള്ളം തന്നെ ആയിരിക്കണം. എണ്ണ തേക്കാൻ പാടില്ല. എണ്ണ തേച്ച് ഉരുട്ടിയാൽ നമ്മളിത് എണ്ണയിലിട്ട് മുരിച്ചെടുക്കുമ്പോൾ ഇത് വീർത്ത് വരികയില്ല. നമ്മൾ ഇടുന്ന ഓരോ ഉരുളകളും ഇതിൻ്റെ ഇരട്ടി വലിപ്പത്തിലായിരിക്കും നമുക്ക് വെന്ത് കിട്ടുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒരല്പം കുറച്ച് മീഡിയത്തിലേക്ക് മാറ്റിയിടുക. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഉരുളകൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇടുക. കൂടുതൽ ഉരുളകളൊന്നും ഇടരുത്. ഒരു 5-6 എണ്ണം മാത്രമേ ഒരു പ്രാവശ്യം ഇടാൻ പാടുള്ളൂ. മാവ് ബോൾ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ തൂകി ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ 1 മിനിറ്റ് അതിൽ കിടന്നതിന് ശേഷം മാത്രമേ സ്പൂൺ കൊണ്ട് ഇളക്കി അത് തിരിച്ചിടാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ കേക്ക് അകം വെന്ത് വരുന്നുണ്ട്. അകം വേകാൻ തുടങ്ങുമ്പോഴാണ് ഇതിനകത്ത് കാണുന്നത് പോലെ പൊട്ടൽ വരുന്നത്. ഇതുപോലെ ഒന്ന് മാവിൻ്റെ മുകളിൽ എണ്ണയൊന്ന് കോരി ഒഴിച്ച് ഒന്ന് ചെറിയൊരു ചുവപ്പ് കളർ വരുമ്പോൾ മാത്രമേ അത് സ്പൂൺ കൊണ്ട് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് വേവിച്ചെടുക്കാവുള്ളൂ. ഇത് കണ്ടോ, ഇതുപോലെ പൊട്ടൽ വരുമ്പോൾ അകം വെന്ത് വരുന്നെന്ന് മനസ്സിലാക്കാം. എണ്ണയുടെ ചൂട് കുറഞ്ഞു പോയാൽ നമ്മുടെ കേക്ക് എണ്ണ കുടിക്കും. ബോളുകളാക്കി ഉരുട്ടി വെക്കുകയൊന്നും വേണ്ട. നമുക്ക് വറുക്കാൻ നേരത്ത് ജസ്റ്റ് വറുക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രം ഉരുളകളാക്കി അതിൽ എണ്ണയിലേക്ക് ഇടുന്നതാണ് കൂടുതലും നല്ലത്. അങ്ങനെ ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കാം. നല്ല കറക്റ്റ് പാകത്തിന് തന്നെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നോക്കൂ എത്ര ഭംഗിയാന്ന്, മലര് പോലെ വെന്ത്. ഇത് കണ്ടോ, ഇതൊരെണ്ണം മുറിച്ച് കാണിക്കാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഈസി ആയിട്ട് മുറിക്കാം. നല്ല സോഫ്റ്റാണ്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. വെന്ത് കിട്ടിയിട്ടുണ്ട്. സൗണ്ട് കേട്ടോ,
വെളിയിൽ എത്ര ക്രിസ്പിയാണെന്ന് മനസ്സിലായല്ലോ. അകം നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പിയുമായ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് ഞാൻ ആദ്യം വറുത്ത് കോരിയതാണ്. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ മീഡിയത്തിലോട്ട് മാറ്റിയാൽ പെട്ടെന്ന് തന്നെ അതിലേക്ക് വറുക്കാനായിട്ട് ഉരുളകൾ ഇടരുത്. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂട് കുറയാനുള്ളൊരു സമയം കൊടുത്തിട്ട് വേണം അതിലേക്ക് ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബോളുകൾ ഇടാൻ. പെട്ടെന്ന് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ പുറം ഭാഗം വേഗം കരിഞ്ഞു പോകും. ഇതങ്ങനെ പെട്ടെന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടത് കൊണ്ടാണ് ഈ ഒരു 3-4 ഉരുളകൾ ഇങ്ങനെ വന്നത്. ആദ്യം ഇട്ടതാണ് ഇങ്ങനെ വന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല, അത് എൻ്റെ ഒരല്പം സൗന്ദര്യം കുറവാണെന്ന് മാത്രം. എന്തായാലും ഈ കേക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഇത് എത്രയും ടേസ്റ്റും എത്ര സോഫ്റ്റുമാണെന്ന്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.